ഈവനിങ് ചായയുടെ കൂടെ വറുത്തതോ അല്ലെങ്കിൽ മധുരമുള്ളതോ ആയ എന്തെങ്കിലും ഒരു സ്നാക്ക് എന്നുള്ളത് ഇപ്പം എല്ലാവരുടെയും ഒരു ശീലമാണ് അല്ലേ. പാറൂസ് പാൻട്രിയിൽ ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ്, പക്കോടയാണ്. ഈ പക്കോടയ്ക്ക് ഇത്തിരി സ്പെഷ്യലാണ്, കാരണം ഇത് കുറച്ച് വെജിറ്റബിൾസ്, അതായത് ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ചേർത്താണ് ഈ പക്കോട ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് വേണ്ടത് ക്യാബേജ് ആണ് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് ക്യാബേജ് ഇങ്ങനെ കുറച്ചൊരു നീളത്തിൽ, നമ്മൾ സവാളയൊക്കെ അരിയില്ലേ അതേപോലെ ഒന്ന് ചീകി അരിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇനി ഇതിനകത്ത് വേണ്ടത് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ കനം കുറച്ച് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കനം കുറച്ച്, ഇപ്പോൾ കളർഫുള്ളായിട്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് എടുത്തോട്ടോ. പിന്നെ വേണ്ടത് ഒനിയൻ, ഒരു വലിയ സൈസ് ഒനിയൻ കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ കുറച്ച് ലീഫ്, അത് നിങ്ങളുടെ മല്ലിയിലയാണെങ്കിലും പേഴ്സലി ആണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഒക്കെ ഇട്ടോളൂ. ഞാനിപ്പം മല്ലിയിലയും കറിവേപ്പിലയാണ്, അത് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു പോകാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. ഇത്തിരിയുള്ളൊരു 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൗഡേഴ്സാണ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി കുറച്ച്, പിന്നെ ചാറ്റ് മസാല ഒരിത്തിരി, പിന്നെ പെപ്പർ. ഇത്രയാണ് പൊടികൾ ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ്, അത് ഇത്ര വിസിബിൾ ആവാത്തത്. കുഴപ്പമില്ല, ഇപ്പം മാറും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണം. എന്നിട്ട് ഈ ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ലെമൺ. ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ലെമൺ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. ഇത്രയും ചേർത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് നല്ല ഉടച്ച് മിക്സ് ചെയ്യണം. ഒണിയനൊക്കെ നന്നായിട്ട് ഒന്ന് ഉടയണം. ഈ മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഇനി നമ്മൾ വേറെ വാട്ടറൊന്നും ചേർക്കുന്നില്ല, പൊടികൾ ചേർക്കുന്നുണ്ട്. കടലമാവും അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള വാട്ടർ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടണം, ആ മോയ്സ്ചർ ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിപ്പം നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം അത്യാവശ്യം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇത്. പിന്നെ കയ്യിൽ കണ്ടോ വെള്ളമുണ്ട്, അത്യാവശ്യത്തിന് മോയ്സ്ചറായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ആവശ്യത്തിന് എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ അരിപ്പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ, ഇത്രയും മതി. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരുപാട് കട്ടിയായിപ്പോൾ. ഒരു 2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കടലമാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് നോക്കാം. കാരണം ഒരുപാട് പൊടിയായി കഴിഞ്ഞാൽ പക്കോടയുടെ ആ ഒരു ടെക്സ്ചർ, അതായത് ഈ പൊടി കൂടുതലായാലും അതിന് ടേസ്റ്റ് വരില്ല. ആ പൊടിയുടെ ആ കടലമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ ആ ഫ്രൈ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ ഒരുപാട് ചേർക്കരുത്. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ എനിക്ക് ഒരു 4 ടേബിൾ സ്പൂണാണ് കടലമാവ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് യോജിപ്പിക്കണം. ഇതിപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇതിനകത്ത് കണ്ട വെജിറ്റബിളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഈ പാത്രം, ഇപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് പാത്രം ചൂടാക്കി വെച്ചിട്ട് എണ്ണ ഒഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത് നേരെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ആ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഷേപ്പ് ചെയ്യാനോ ഉരുട്ടാനോ ഒന്നും നിൽക്കരുത്. കാരണം ഈ പക്കോട എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇച്ചിരി കമ്പും കോലും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ട് നിങ്ങൾ കുറച്ചെടുത്ത് അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കനം കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ക്രിസ്പിനെസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇത് ചെയ്യേണ്ടത്. കാരണം ഈസിയാണിത്. നമ്മൾ ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകാതെ ബ്രൗൺ ആവാതെ, കാരണം ഇങ്ങനെ ചെറിയ കനം കുറഞ്ഞ പീസസൊക്കെ ഇങ്ങനെ സൈഡിലോട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങ് ബ്രൗൺ ആവാനോ അല്ലെങ്കിൽ എല്ലാം അങ്ങ് ഒരുപാട് ആവാൻ നിൽക്കുമ്പോഴത്തേക്ക് സൈഡൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊരു പരുവത്തിന് നമ്മളെടുത്ത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെയിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
എന്നിട്ട് നമുക്കിതെല്ലാം കോരിയെടുക്കാം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ എണ്ണയെന്നെല്ലാം കോരിയെടുക്കണം. തീ കുറച്ചിട്ടിട്ട് കോരിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ക്യാബേജൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇനി അതുപോലെ തന്നെ ബാക്കിയും എല്ലാം നമുക്ക് പയ്യെ ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. അപ്പം സെയിം പ്രൊസീജിയർ അല്ലേ, നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് തിരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് എടുത്താൽ മതി. നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നോർമൽ ഉള്ളി പക്കോട പോലെ അല്ല, കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ വളരെ ക്രിസ്പിയാണ്. പിന്നെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഈ കുട്ടികൾക്കൊക്കെ ഇത്തിരി കഴിപ്പിക്കാൻ പാടില്ലേ നമുക്ക്. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടം തോന്നുന്നൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളൊന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ എന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.